വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം മനുഷ്യരുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നും ഫോറസ്റ്റ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദമാക്കി മാറണമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു സേന എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മുടെ മാറിയ സാഹചര്യം കൂടി എല്ലാവരും ഉൾക്കൊള്ളണം. ഇന്ന് പോലീസിനകത്തായിരുന്നു മുമ്പ് പോലീസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇന്ന് പോലീസ് അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊന്നിലേ എന്നല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പോലീസ് ജനങ്ങളോടുള്ള സമീപനങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫോറസ്റ്റ് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അത് മിനിസ്റ്ററുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചു, ഫോറസ്റ്റ് ഇപ്പോഴും വല്ലാത്ത രീതിയിലൂടെ ജനങ്ങളെ സമീപിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായും ശാസ്ത്രീയമായിട്ടുമായിരിക്കണം സമീപിക്കേണ്ടത്. ഒരു അപരിഷ്കൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ 3 മാസം കാലം കൊണ്ടുണ്ടായ കാര്യമല്ല കേട്ടോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഫോറസ്റ്റും കുറെ ജനസൗഹൃദമായി മാറണം. മലയോര മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുമായി മികച്ച സൗഹൃദവും സഹകരണവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വന്യജീവികളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തടയുന്നതിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കും. കരുളായി ഗ്രാമപഞ്ചായത്തിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ പ്രതിരോധ വേലി സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ കേൾക്കാനും പരിഹരിക്കാനുമുള്ള മികച്ച വേദികളാണ് അദാലത്തുകൾ. റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി യോഗം ചേർന്ന് ആദിവാസി മേഖലയിലെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 6 അപേക്ഷകർക്കുള്ള NOC വിതരണവും വന്യജീവി ആക്രമണത്തിന് ഇരയായ 8 പേർക്കുള്ള നഷ്ടപരിഹാര വിതരണവും മന്ത്രി നിർവഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ, അബ്ദുൽ ലത്തീഫ്, ഷാഹിന നിയാസി, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, PR രോഹിൽനാഥ്, സുമ താരിയൻ, രമ ജയൻ, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സൈഫുന്നീസ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ G ധനിക് ലാൽ സ്വാഗതവും കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PT മുബഷീർ നന്ദിയും പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര അപേക്ഷകൾ, വനം വകുപ്പിൽ നിന്നുള്ള നിരാപേക്ഷ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, മറ്റ് വനം വകുപ്പ് വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് 12 പരാതികളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്.